അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അഊസു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഏറെ ബഹുമാന്യരായ നമ്മുടെ ഇന്നത്തെ അതിഥികളും MGMൻ്റെ സംസ്ഥാന സാരഥികളുമായ റാബിയത്ത ആയിഷ ടീച്ചർ, മറ്റു പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭം തന്നെയാണ് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈയൊരു സമയം. കാരണം നമ്മുടെയൊക്കെ ജീവിത തിരക്കിനിടയിൽ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് എത്തിച്ചേരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം ദീൻ പഠിക്കുക, ഇസ്ലാമിനെക്കുറിച്ച് അറിയുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിരക്കിനിടയിലും ചെറിയ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചാണെങ്കിലും ഇത്തരം പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതും ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും മനുഷ്യരിൽ മാറ്റമുണ്ടാകാൻ വേണ്ടി തന്നെയാണ്. തീർച്ചയായും ഉത്ബോധനങ്ങൾ നിരന്തരമായി കേൾക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് എല്ലാ രൂപത്തിലുള്ള മാറ്റങ്ങളും നമ്മിൽ സംഭവിക്കുന്നത്. ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 29 ഇതേ വേദിയിൽ നിന്നാരംഭിച്ച് ഏകദേശം 2 മാസക്കാലത്തോളമായി തുടർച്ചയായി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബ സംഗമങ്ങളും സദസ്സുകളും വനിതാ സംഗമങ്ങളും പൊതുപ്രഭാഷണങ്ങളുമൊക്കെയായി നിരന്തരമായ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം ഒമാനിലെ മലയാളികൾക്കിടയിലേക്ക്, മലയാളി സമൂഹത്തിലേക്ക് കൈമാറുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടെ വളരെ സജീവമായി ഇസ്ലാഹി സെൻ്ററിൻ്റെ എല്ലാ ഘടകങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ കൂടിയതും. ഇൻഷാ അല്ലാഹ് നാളെ ഒമാനിലെ മുഴുവൻ സഹോദരിമാരും ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ സദസ്സ് മസ്കറ്റിൽ നാളെ സംഘടിപ്പിക്കുന്നതും. ഞാൻ പറഞ്ഞു വന്നത്, തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ജീവിത തിരക്കിനിടയിൽ ടെൻഷനുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഉത്ബോധനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തീർച്ചയായും വിശ്വാസികളെ
അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുക. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ, പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയാൻ, അവിടുത്തെ മാതൃകയെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവിടുത്തെ കുടുംബ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അതൊരു വനിതാ സംഗമമായതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യമായ സൗന്ദര്യത്തെക്കാളേറെ ആന്തരികമായ വിശ്വാസ വിശുദ്ധിയാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് തിരിച്ചറിയാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യവും സൗരഭ്യവും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇസ്ലാം നൽകുന്ന സുരക്ഷിതത്വം, ഇസ്ലാം നൽകുന്ന നിർഭയത്വം, തൗഹീദ് നൽകുന്ന നിർഭയത്വം അത് മറ്റെന്തിനേക്കാളും വലുതാണ്. നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നിരന്തരമെന്നോണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞാടുകയാണ്. ഭർത്താവ് മരിച്ച ദിവസങ്ങളോളം ഭർത്താവിൻ്റെ മയ്യത്തിന് കാവലിരിക്കുകയാണ്. ഭർത്താവിൻ്റെ ആത്മാവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടെ ഭർത്താവിൻ്റെ മയ്യത്തിന് കാവലിരിക്കുന്നത് മുതൽ പ്രസവിച്ച കുട്ടിക്ക് 5 നേരത്തെ ബാങ്കിന് ശേഷമേ മുലപ്പാൽ കൊടുക്കുവാൻ പാടുള്ളൂ എന്ന് ഏതോ ഒരു ജ്യോത്സ്യനോ മുസ്ലിയാരോ പറയുന്നത് കേട്ട് തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കുന്നതുവരെ ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെയായി സമൂഹത്തിൽ നിറഞ്ഞാടുകയാണ്. ഒരു ഭാഗത്ത് വിശ്വാസപരമായിട്ടുള്ള ജീർണതയാണെങ്കിൽ, മറുഭാഗത്ത് സാംസ്കാരികമായ ജീർണതയാണെങ്കിൽ, നിരന്തരമായ അനാചാരങ്ങൾ ഈ സുന്ദരമായ ഇസ്ലാമിൻ്റെ മതത്തിലേക്ക്, ഇസ്ലാം എന്ന മതത്തിലേക്ക് കയറി വരുമ്പോൾ സുന്ദരമായ ആഘോഷങ്ങളും പവിത്രമാവേണ്ട ആഘോഷങ്ങളുമൊക്കെയും വെറും അലങ്കോലമാക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് വിവാഹബന്ധമെന്നും ആ ബന്ധത്തിന് തുടക്കം കുറിക്കുന്ന, വൈവാഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന നിക്കാഹ് എന്ന പവിത്രമായ കർമ്മത്തിന് സാക്ഷിയാകുന്ന കല്യാണ ദിവസങ്ങൾ, വിവാഹ ദിവസങ്ങൾ ആഭാസമായിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഇവിടെയാണ് പ്രിയപ്പെട്ട വിശ്വാസിനികളെ യഥാർത്ഥ വിശ്വാസം ജീവിതത്തിലേറ്റിയ, യഥാർത്ഥ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കിയ, മുൻകഴിഞ്ഞു പോയ മാതൃകാ മഹതികളെ മനസ്സിലാക്കിയ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മൾ അറിയണം നമുക്ക് മുൻപ് കഴിഞ്ഞുപോയ മുൻഗാമികളെക്കുറിച്ച്. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീം എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ 4 സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 4 സ്ത്രീകൾ സാധാരണക്കാരല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുകയും ചെയ്യുന്നവരുടെ ഭാര്യമാരും അത്തരം കുടുംബങ്ങളിൽ ജീവിക്കുന്നവരുമാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ 3 ആയത്തുകളിലായി 4 സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ 2 സ്ത്രീകൾ നരകത്തിൻ്റെ അവകാശികളാണെന്നും പിന്നീട് പറഞ്ഞ 2 സ്ത്രീകൾ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്നും പറഞ്ഞെങ്കിൽ എന്താണതിൻ്റെ കാരണമെന്ന് വിശ്വാസിനികളെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞ 2 സ്ത്രീകൾ സാധാരണക്കാരികളായ സ്ത്രീകളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. ആ ഭാര്യമാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാളെ പരലോകത്ത് അവരോട് അള്ളാഹുവിൻ്റെ വാചകം വഖീല ദുഖുലന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നതായിരിക്കും. എന്തേ കാരണം? നേരത്തെ ഇവിടെ നിങ്ങൾ പ്രഭാഷണത്തിൽ കേട്ടില്ലേ, വാപ്പാൻ്റെ മകനായി പിറന്നതുകൊണ്ടല്ല, ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ രൂപം കൊണ്ടു എന്നതല്ല, മറിച്ച് ഉമ്മയും വാപ്പയും ജീവിതത്തിൽ ഏറ്റെടുത്ത സുന്ദരമായ തൗഹീദ് എന്ന ഇസ്ലാം എന്ന ആദർശം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടില്ല എങ്കിൽ നൂഹ് നബിയുടെ മകനോട് പറഞ്ഞതുപോലെ അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അവർ നരകത്തിൻ്റെ അവകാശികളാണ്. കാരണം അവർ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല ജീവിതത്തിൽ. എന്തേ തൊട്ടപ്പുറത്ത്
ആ പ്രവാചകന്മാരുടെ ഭാര്യമാര് നരകത്തിലാണെന്ന് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആനിന്റെ തൊട്ടടുത്ത വാചകത്തിൽ പറഞ്ഞു 2 സ്ത്രീകൾ സ്വർഗത്തിലാ. എന്തേ കാരണം? അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സൗകര്യമുള്ള കുടുംബങ്ങളിൽ ജനിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ട് പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഫിർഔന്റെ ഭാര്യയായ ആസിയ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, കൊട്ടാരത്തിലാണ്, രാജ്ഞിയാണ്, രാജാവിന്റെ ഭാര്യയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മതത്തിനെതിരാണ് തന്റെ ഭർത്താവ് എന്ന് കണ്ടപ്പോ ആ സുഖ സൗകര്യങ്ങളെക്കാൾ ആ മഹദി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ ഈ പാലസിനേക്കാൾ ഈ കൊട്ടാരത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ നിന്റെ സ്വർഗമാണെന്നും ആ സ്വർഗത്തിലൊരു ഭവനമാണ് എനിക്ക് വേണ്ടത് എന്നും അള്ളാഹുവോട് പ്രാർത്ഥിച്ച ആസിയ ബീവിയുടെ ചരിത്രം. തൊട്ടപ്പുറത്ത് മറിയം ബീവിയുണ്ട്. ആരായിരുന്നു മറിയം ബീവി? ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ച ആ കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ജീവിത വിശുദ്ധി ജീവിതത്തിന്റെ ഭാഗമാക്കിയ മറിയം ബീവി. ആ മറിയം ബീവിയുടെ അടുത്തേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് ഒരു മനുഷ്യരൂപത്തിലാണ്. കടന്നു വന്നത് മലക്കാണെന്ന് തിരിച്ചറിയാത്ത മനസ്സിലാകാത്ത മറിയം ബീവി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആനിന്റെ വാചകത്തിൽ നമുക്ക് കാണാം. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, എന്നെ നീ കാത്തോളണമേ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, വന്നത് മറിയം ബീവിയുടെ അടുത്തേക്കാണ്, വന്നതാകട്ടെ മലക്കാണ്. പക്ഷേ മലക്കാണെന്ന് തിരിച്ചറിയാത്ത മറിയം ബീവിയുടെ വാചകം ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചപ്പോ ഒരന്യ ആൺ തന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തേക്ക് കടന്നു വരുമ്പോ അവിടെ പടച്ച റബ്ബേ നിന്റെ കാവലില്ലെങ്കിൽ ഒരു പക്ഷേ അപകടത്തിൽ പെട്ടുപോയേക്കാമെന്ന ചിന്ത മറിയം ബീവി ലോകത്തെ പഠിപ്പിക്കുകയാണ്, ലോകത്തെ മുഴുവൻ സഹോദരിമാരെയും പഠിപ്പിക്കുകയാണ്. പറയാൻ കഴിയണം, ഒറ്റപ്പെട്ട സാഹചര്യത്തിലായാലും നമ്മുടെ മക്കൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ക്യാമ്പസിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ ജീവിക്കുമ്പോഴായാലും അവർ പറയണം, ആര് മെസ്സേജുകൾ അയച്ചാലും ഒറ്റപ്പെട്ട സാഹചര്യം കടന്നു വന്നാലും അവിടെ പറയാൻ കഴിയണം, ഇന്നി അഊദു ബിർറഹ്മാൻ, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നുവെന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ മാതൃകയാകുന്ന മാതാപിതാക്കളായി മാറണമെന്നതാണ് ഇന്നത്തെ ഈ ഒരു സദസ്സിന്റെ സന്ദേശമായി പറയുവാനുള്ളത്. മറിയം ബീവിയുടെ ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും, ആ മറിയം ബീവിയുടെ ചരിത്രം മുഴുവനും അത്ഭുതങ്ങളുടെ കഥയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്ത സാഹചര്യത്തിൽ ആരൊക്കെ എതിർത്തപ്പോഴും അവിടെയൊക്കെ റബ്ബുണ്ട് കാവലെന്ന് പറഞ്ഞ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് വിശ്വാസത്തിന്റെ വിശുദ്ധി എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹദിയാണ് മറിയം ബീവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാക്കളെ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മുടെ പെൺമക്കളോട്. അതിനെന്ത് വേണമെന്നറിയോ? ആദ്യം നമ്മൾ പഠിക്കണം, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ആ മൂസാ നബിയുടെ ചരിത്രം വായിച്ചു പോകുമ്പോൾ 2 പെൺകുട്ടികളുടെ കഥ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു പെൺകുട്ടി മൂസാ നബിന്റെ അടുത്തേക്ക് വന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ, മൂസാ നബി എന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക്, അത് പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല, അതൊരു പ്രവാചകനാണെന്ന് അവർക്കറിയില്ല, മറിച്ചൊരു പുരുഷൻ മാത്രമാണെന്നറിയാം. ആ പെൺകുട്ടി കടന്നു വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നത് തംശി അലാ ഇസ്തിഹ്യാ, ഒരൽപ്പം നാണത്തോടു കൂടിയാണ് ആ പെൺകുട്ടി കടന്നു വരുന്നത്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഖാലത്ത് ഇന്ന അബീ യദ്ഊക അജ്റമാ സഖൈത ലനാ, അളന്നു മുറിച്ച വാചകം. ഒരന്യ ആണിനോട് സംസാരിക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഒരന്യ ആണിനോട് പെരുമാറണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ പെരുമാറുമ്പോ പറയേണ്ട വാചകം എന്താ, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞ വാചകം? ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റമാ സഖൈത ലനാ. തീർച്ചയായും പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളോട് പറയാൻ കഴിയണം, നീ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ, നീ ക്യാമ്പസിൽ വളരുമ്പോ, നീ കോളേജിൽ പോകുമ്പോ, നീ ജോലിയുമായി ബന്ധപ്പെട്ടു പോകുമ്പോ ഒരപരിചിതനായ ഒരു പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പോലും അവിടെ സ്വീകരിക്കേണ്ട ഇസ്ലാമിക സംസ്കാരം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആരാണ് ഏറ്റവും നല്ലൊരു പെണ്ണ്? ഏറ്റവും നല്ലൊരു പെണ്ണാരാ? എല്ലാ സൗന്ദര്യങ്ങളും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാചകം ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ
ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് എല്ലാ രൂപത്തിലും ഭർത്താവിന്റെ അഭാവത്തിൽ പോലും ആ ഭർത്താവിന് അവകാശപ്പെട്ടത് സംരക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ അവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഇത്തരം നിർദ്ദേശങ്ങളും ഇത്തരം നിയമങ്ങളും സംസ്കാരങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ചർച്ചയാണ് ഹിജാബ് എന്നത്. ഹിജാബ് ധരിക്കാൻ സമരം ചെയ്യുകയാണ്. ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണ്. പക്ഷേ പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ, അത് ധരിച്ചാൽ യാതൊരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും ഹിജാബ് ജീവിതത്തിന്റെ ഭാഗമാക്കാതെ തോന്നിയ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ കാണുന്നില്ലേ? മുസ്ലിം തറവാട്ടിൽ ജീവിച്ച്, മുസ്ലിം തറവാട്ടിൽ ജനിച്ച്, മുസ്ലിമായ ഉമ്മയുടെ ഉപ്പയുടെ മക്കളായി ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ട് പോലും ഇസ്ലാമിക വസ്ത്രധാരണ രീതി കാണുമ്പോൾ അതൊരു മുസ്ലിമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നില്ലേ? അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം. എന്താണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ? കേവലം സ്ത്രീയുടെ തലയിൽ മാത്രം ഒരല്പസമയത്തേക്കിടുന്ന തട്ടത്തിന്റെ പേരല്ല ഹിജാബ് എന്ന് പറഞ്ഞാൽ. മറിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് അല്ല, ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന ഒരു വിഷയത്തിന്റെ പേരാണ് ഹിജാബ്. എല്ലാ രൂപത്തിലും ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഹിജാബ് എന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. തീർച്ചയായും അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ മറക്കണം, നിങ്ങൾ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ച് ഭർത്താവിന് അവകാശപ്പെട്ടത് തീർച്ചയായും കാത്തു സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ടവളാണ് നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ. ആ നല്ല പെണ്ണിലേക്ക്, സ്വാലിഹത്തായ പെണ്ണിലേക്ക് തീർച്ചയായും സഹോദരിമാരെ നിങ്ങൾക്ക് മാറാൻ കഴിയണം. നിങ്ങൾ അറിയണം, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു മാതൃകാ വനിതയുണ്ട്. ആദർശ പിതാവിൻ്റെ ഭാര്യയുണ്ട്, ആദർശ മാതാവുണ്ട്. ആ മാതാവിൻ്റെ പേര് നിങ്ങൾക്കറിയുമോ? ആ മാതാവിൻ്റെ പേരാണ് ഹാജർ എന്നത്. നിങ്ങൾക്കും കേൾക്കൂല, എനിക്കും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, പുറത്ത് കളിക്കാൻ സൗകര്യമുണ്ട്. ആ ഉമ്മയുടെ പേരാണ് ഹാജർ എന്നത്. ആ ഉമ്മയുടെ പേരാണ് ഹാജർ എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് ഹാജറിൻ്റെ പ്രത്യേകത? എന്താണ് ഹാജർ ലോകാവസാനം വരെയുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കിടയിൽ ചർച്ചയാവാനും ചരിത്രം രേഖപ്പെടുത്തുവാനുമുള്ള കാരണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉമ്മയായിരുന്നു ഹാജർ. കേവലം ഒരു ഉമ്മയല്ല, ആദർശമുള്ള ഉമ്മയായിരുന്നു. ഒരു ഭാര്യയായിരുന്നു ഹാജർ. കേവലം ഒരു ഭാര്യയല്ല, ആദർശമുള്ള ഭാര്യയായിരുന്നു ഹാജർ. അതുകൊണ്ടാണ് മക്കയുടെ വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോൾ ഹാജറാ ബീവി ചോദിക്കുന്നുണ്ട്, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ആരാ ഞങ്ങളെ സംരക്ഷിക്കാൻ? ആരാ ഞങ്ങൾക്ക് കൂട്ടിന് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവാണെന്നറിയുമ്പോൾ എങ്കിൽ ധൈര്യമായി പൊയ്ക്കോ, അല്ല ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളുക, താങ്കൾ പൊയ്ക്കോ എന്ന് പറയാൻ മാത്രം ആദർശമുള്ള, തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള ഒരവസ്ഥയിലേക്ക് ഹാജറിന്റെ വിശ്വാസം എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹാജർ ഒരു ഉമ്മയായിരുന്നു. ആ ഉമ്മയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി, മകനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോട് സ്വപ്നത്തിലൂടെ അറിയിച്ചിരിക്കുന്നു. എന്താണ് സ്വപ്നമുപ്പ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ അറുക്കണമെന്നതാണ് സ്വപ്നമെന്നറിയിക്കുമ്പോൾ ആ മകൻ പറയുന്നൊരു വാചകമുണ്ട്, ഇഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആ വാചകത്തിന്റെ മനോഹാരിത, ആ വാചകത്തിന്റെ ഗൗരവം, ആ വാചകത്തിന്റെ ഗാംഭീര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ 3 ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് ആഖിറത്താണ്, മറ്റൊന്ന് റിസാലത്താണ്. വാപ്പയുടെ സംരക്ഷണത്തിലല്ലാതെ, വാപ്പയെ ഒരു പക്ഷേ കൃത്യമായി കണ്ടിട്ട് പോലുമില്ലാത്ത ഇസ്മായിൽ എന്ന പൊന്നുമോൻ ഉമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന്, ആ ഉമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന ആ ഇസ്മായിൽ എന്ന പൊന്നുമോൻ പറഞ്ഞ ആ ഒരു ചെറിയ വാചകത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് തൗഹീദുണ്ട്, മറ്റൊന്ന് ആഖിറത്തുണ്ട്, മറ്റൊന്ന് റിസാലത്തുണ്ട്. ഉപ്പ, നിങ്ങളോട് എന്താണോ റബ്ബ് പറഞ്ഞത് അത് താങ്കൾ നിർവഹിച്ചു കൊള്ളുക. നാളെ പരലോകത്ത് എന്നെ നിങ്ങൾക്ക് കാണാം ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉമ്മയുടെ വളർത്തലിന്റെ ഗുണമാണ്. ഉമ്മ കൃത്യമായി ആദർശം പഠിച്ച ഉമ്മയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താരാട്ടുപാട്ട് കേവലം അതരങ്ങളിലൂടെ മാത്രം
പുറത്തു പോകുന്ന ഒരവസ്ഥയായി മാറേണ്ടവരല്ല, മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനും അതിലൂടെ വളർത്താനും പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഇത് കേൾക്കാൻ, ഇടയ്ക്കിടെ ഇസ്ലാമിനെ കുറിച്ച് അറിയിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതിന് അവസരം ലഭിക്കാത്ത ആയിരങ്ങൾ ഈ ഒമാനിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആയിരങ്ങളല്ല, 10,000 മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്നും വന്നവർ ഈ ഒമാനിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്നും പല കാരണങ്ങളായിരിക്കാം. ആരുടെയെങ്കിലും ഒരു കോളായിരിക്കാം, ആരുടെയെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കാം, ആരുടെയെങ്കിലും ഒരു ക്ഷണമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. ഇത് റീചാർജ് ആണ്. ഏതാണ് ആ റീചാർജ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിങ്കലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഈമാനിന്റെ റീചാർജ് നൽകുന്ന ഒരിടമായി ഇത്തരം സംസാരങ്ങൾ നമ്മൾ കാണണം. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയുണ്ട്. നമ്മൾ തീർച്ചയായും ഈ ലോകത്തോട് യാത്രയാകേണ്ടവരാണ്, പുതച്ചു മൂടി കിടക്കേണ്ടവരാണ്, വെള്ള പുതച്ച ആ തുണിയുടെ താഴെ കിടക്കേണ്ടവരാണ്. അവിടെ നമ്മുടെ മക്കളുണ്ടാകും, ഒരുപക്ഷെ നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാകും. ജീവന തുല്യം സ്നേഹിച്ച ആ ഭർത്താവിന്റെ മയ്യത്തിൽ, ആ ഭർത്താവിന്റെ മുന്നിൽ വെച്ചായാലും ഭാര്യയുടെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചായാലും രണ്ടുപേരും പറയുന്ന ഒരു വാചകമുണ്ട്, വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും ഒരു പക്ഷേ സൗന്ദര്യപ്പിണക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തൊരു കാരണത്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ, തമാശക്കാണെങ്കിൽ പോലും ബഹുഭാര്യത്വം എന്ന വിഷയം കടന്നു വരുമ്പോഴായിരിക്കാം. പക്ഷേ ഭർത്താവിന്റെ മയ്യത്ത് മുന്നിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? വഅബ്ദിൽഹു, അല്ലാഹുവേ എനിക്ക് പകരമായി ഈ കിടക്കുന്ന എൻ്റെ ഭർത്താവിന് വർഷങ്ങളോളം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ മക്കളുടെ പിതാവായ വാപ്പയായ ഇദ്ദേഹത്തിന് എന്നേക്കാൾ നല്ലൊരുത്തിയെ നീ ഇണയായി നൽകണേ എന്നാണ്. അവിടെ കൊണ്ടുപോയി മറമാടി തിരിച്ചു പോരുമ്പോ അവിടെ വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ എന്ന് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട ശേഷം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു പോരുമ്പോ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രംഗം, അരങ്ങേറുന്നത്. ആ ഖബറിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ മാലാഖമാർ ചോദിക്കും, മൻ റബ്ബുക എന്ന് ചോദിക്കും, വമൻ നബിയുക എന്ന് ചോദിക്കും, വമാ ഇമാമുക എന്ന് ചോദിക്കും. എൻ്റെ ഖുർആൻ ഇമാമാണെന്ന് പറയണമെങ്കിൽ, എൻ്റെ റബ്ബ് റബ്ബിയല്ല എന്ന് പറയണമെങ്കിൽ, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയണമെങ്കിൽ തീർച്ചയായും തൗഹീദ് അറിയണം, തീർച്ചയായും പ്രവാചകനെ കുറിച്ചറിയണം, വിശുദ്ധ ഖുർആൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. നിങ്ങളുടെ സഹോദരിമാരിലേക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യണേ, അവരെയൊക്കെയും നിങ്ങൾ ക്ഷണിക്കണേ. ഒന്നുകൂടെ നാളത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും അവിടെ മസ്കറ്റിൽ ഉണ്ടാകണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.